വേറൊരു റഹീം പനൂർ എന്നൊരു വ്യക്തി വഴി ഞാൻ ഫിലിപ്പ് സാറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു ഫിലിപ്പ് സാറിനെ കണ്ടത്. ഫിലിപ്പ് സാർ ഇങ്ങനെ പറഞ്ഞിങ്ങനെ സെൽവൻ എന്നൊരു സെക്കൻഡ് ഹീറോ ക്യാരക്ടർ ഉണ്ട്, ഒരു തമിഴ് ബേസ്ഡ് ക്യാരക്ടറാണ്. അപ്പോൾ കുറച്ച് താടിയൊക്കെ നന്നായിട്ട് വളർത്തി കുറച്ച് ബൾക്കി ആയിട്ടിരിക്കണം എന്നിങ്ങനെ സാറ് പറഞ്ഞു. അങ്ങനെ കുറച്ച് ആ രീതിയിൽ ക്യാരക്ടർ ആ രീതിയിൽ മാറ്റം വരുത്തി. അങ്ങനെ അവരെ മൂന്നാറിൽ ഷൂട്ടിന് വന്നു. അപ്പോൾ സാനിഫ് പറഞ്ഞ പോലെ തന്നെ നമുക്കിങ്ങനെ ലിമിറ്റഡ് ബഡ്ജറ്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം ഭയങ്കര ലിമിറ്റഡ് ആയിട്ടായിരുന്നു നമ്മൾ വന്നത്. കാരണം ഇപ്പോൾ നമ്മളാണെങ്കിലും ടേക്കിൻ്റെ ഇടയിൽ ഇപ്പം ഞാനും ഷാനും കൂടെ രാവിലെ സാനിഫ് കൂടെ ചെന്ന് രാവിലെ മേക്കപ്പ് ഇട്ടിരിക്കും. രാത്രിയാണ് ഷൂട്ട്. അപ്പോൾ എന്റെ മടി കിടന്ന് എവിടെ ഉറങ്ങും, അവന്റെ മടി കിടന്ന് ഞാൻ ഉറങ്ങും. ഞങ്ങൾ കിടത്തന്നെ ഒരുമിച്ച് ഇരിക്കും. ഇതൊക്കെ തന്നെ സ്ഥിരം ഇതുള്ളത്. അപ്പം പിന്നെ ഫുഡ് എല്ലാം ഒരു ലിമിറ്റഡ് ആയിരുന്നു, നമുക്കതിന് പരാതിയില്ല. അപ്പൊ ആ സമയത്ത് നമുക്കത് മനസ്സിലാക്കിയതാണ് നമ്മൾ ആ സിനിമയുടെ കൂടെ ഞാനാണെങ്കിലും സാനിഫ് ആണെങ്കിലും ഈ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ആണെങ്കിലും സഹകരിച്ചത്. എന്റെ ഫ്രണ്ടായിട്ടാണ് മിസ്റ്റർ നിഷാദ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ നല്ല മൊമെന്റ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് എടുത്തു പറയേണ്ട കാര്യം ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഫിലിപ്പ് സാറിന്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. കാരണം അത്രയും ഇതുണ്ടായിട്ട് പോലും ഷൂട്ടിംഗ് ഒരു ഇതുമില്ലാതെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് 4 to 5 years ആയി. സോ ഇത് ഇറങ്ങത്തില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഒരാളാണ് ഞാൻ. കാരണം ഇത്രയും സമയം എടുത്തതുകൊണ്ട്. സോ ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, ഞാൻ അവിടെ വർക്ക് ചെയ്യണം. അപ്പൊ ഒരു 2-3 weeks ഐ തിങ്ക് അത്രയും സമയം തോന്നുന്നു. സാറ് ഗ്രൂപ്പിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താ പറയാ, നമ്മൾ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടക്കുകയാണ്. കാരണം ആക്ച്വലി ഞാനാണ് സാനിഫ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ടച്ച് വരെ വിട്ടുപോയി. കാരണം വെച്ചാൽ ഈ സിനിമ ഇനി ഇറങ്ങില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷെ പെട്ടെന്നൊരു ഇത് വന്ന് സാർ ആക്റ്റീവായിട്ട്, സാറ് നേരത്തെ രജി സാറൊക്കെ പറഞ്ഞ പോലെ വിദേശത്ത് പോയി പൈസ ഉണ്ടാക്കി തിരിച്ചു വന്നു. കാരണം സാർ അന്നേ പറയുമായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഈ പടം റിലീസ് ചെയ്യും എപ്പോഴെങ്കിലും എന്ന് സാറ് പറഞ്ഞു. പക്ഷെ ആ സാറിന്റെ ആ ഒരു ഡെഡിക്കേഷൻ ഡിറ്റർമിനേഷൻ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കൈയ്യടി അറിയിക്കുന്ന ഫിലിപ്പ് സാറാണ്. കാരണം ഈ സിനിമ ഇറങ്ങുമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാനത് പറയുന്നുണ്ടെങ്കിൽ അത് ഫിലിപ്പ് സാർ ഒരാളുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ്. അതുപോലെ ഷാൻസി മാഡം ആണെങ്കിലും ഒരുപാട് ആ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു, ഒരുപാട് നമുക്ക് കൂടെ നടന്നു. ഞങ്ങൾ എല്ലാവരുടെയും ഒരു അമ്മയെ പോലെയാണ്. അതായത് ഞങ്ങൾ കുറെ ആൺകുട്ടികൾ പെൺകുട്ടികളെ പോലെ എല്ലാവരെയും ഒരു ഗൈഡിനെ പോലെ കൊണ്ടുവരുന്നത് ഷാൻസി മാഡം ആയിരുന്നു. അപ്പൊ ഇത്തരത്തിൽ എല്ലാ രീതിയിലും ഒരുപാട് പേരുടെ ഹാർഡ് വർക്കും കഷ്ടപ്പാടും ഒക്കെ. അതുപോലെ ഞാൻ ജിൻഡോയുടെ ഫൈറ്റൊക്കെ ഉണ്ട്, ജിൻഡോ വന്നിട്ടില്ല. അങ്ങനെ ജിൻഡോ ഇടിയൊക്കെ കിട്ടി. അപ്പൊ എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ്, അപ്പം അത്തരത്തിലുള്ള ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഈ സിനിമ. ഈ സിനിമയുടെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും എല്ലാവരുടെയും ഹാർഡ് വർക്ക് ഉണ്ട്. സോ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഞാൻ ചോദിക്കുകയാണ്. സോ ഈ അവസരം എനിക്ക് തന്ന ഫിലിപ്പ് സാറിനും ഷാൻസി മാഡത്തിനും ദൈവത്തിനും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.